ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വണ്ടി വാഷിങ്ങിന് പോകുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7 ദിവസത്തേക്ക് ട്രിപ്പായിട്ടുണ്ട്. തലവല്ലപ്പറമ്പിലെ മരിയ കാർ വാഷിലാണ് വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. വണ്ടി ഫുൾ വാഷാണ്. അണ്ടർ ബോഡി കഴുകിയിട്ട് ഒരുപാട് നാളായി. പിന്നെ ഇവിടെ തന്നെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്നൊരു ചായയും കുടിച്ച് വണ്ടി വാഷിങ്ങും കണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ വാഷിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കൊണ്ടുപോകാനുള്ള ലഗേജും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയെ കയറ്റി നേരെ ഇനി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ഒരു ഭക്തിഗാനം ഇട്ടതാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും പ്രത്യേകതര ഒരു സുഖമാണ്. പിന്നെ വണ്ടിയിലാണെങ്കിൽ CNG ഇല്ലായിരുന്നു. ഉദയംപേരിലെത്തിയപ്പം വണ്ടിയിൽ ഫുൾ ടാങ്ക് CNG അങ്ങ് അടിച്ചു. ഇരുമ്പനെത്തിയപ്പം ഒന്ന് ഊണ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. വണ്ടി പാർക്കിങ്ങിലിട്ടു. നമ്മുടെ ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എത്തി. അവർക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. കാലടി എത്തിയപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ സ്ഥിരം ജിയോ തന്നെയാണ് പെട്രോൾ അടിക്കാറ്. നല്ല പെട്രോളാണ്. പിന്നെ നേര്യമംഗലം എത്താറായപ്പം വെള്ളം മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ നമുക്കൊരു കുപ്പിക്ക് 10 രൂപയുള്ളൂ. ഞാൻ സ്ഥിരം ഇവിടെ നിന്നാണ് മേടിക്കാറ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാലമായ നേര്യമംഗലം പാലം എത്തി. ഈ ഒരു പാലം കയറുമ്പം ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. പിന്നെ നമ്മുടെ ഫസ്റ്റ് പോയിന്റായ ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗസ്റ്റിന് ഒരു ഗാർഡൻ വിസിറ്റ് ഉണ്ടായിരുന്നു. അത് ആനച്ചാലിലുള്ള ആയുർവേലിയിലായിരുന്നു കൊടുത്തത്. അത്യാവശ്യം നല്ലൊരു ഗാർഡനാണിത്. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് ഗാർഡനിലാക്കിയിട്ട് ഞാനൊരു ചായ കുടിക്കാണ്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ആനച്ചാലുള്ള മൂന്നാർ ക്വീൻ റിസോർട്ടിലോട്ടാണ്. നമ്മുടെ ഗസ്റ്റിന് ഇന്ന് ഇവിടെയാണ് സ്റ്റേ. അങ്ങനെ ഗസ്റ്റിനെ ആക്കി ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ചു. രാത്രിത്തേക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോഴാണ് ഈ ഒരു സംഭവത്തെ കണ്ടത്. ഇതൊരു കൊമ്പൻ ചെല്ലിയാണ്. ഇത് നല്ലൊരു സൈസാണ്. ഇത്രയും വലിയ ചെല്ലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.